ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ചേലാട് ഡിസ്ട്രിക്റ്റിലെ JSVBSലാണ്, അതായത് ജാക്കബൈറ്റ് സിറിയൻ വെക്കേഷൻ ബൈബിൾ സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ VBSൻ്റെ സ്റ്റാർട്ടിംഗ് ദിവസമായിട്ടുള്ള ഇന്ന് പ്രയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരുടെ അടുത്തേക്ക് അച്ഛന്മാരൊക്കെ വന്ന് പിള്ളേർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചേലാട് പള്ളിയുടെ വികാരിമാരായിട്ടുള്ള സജി അച്ഛനും വർഗീസ് അച്ഛനുമാണ് പിള്ളേർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുന്നത്. രാവിലെ ഏകദേശം 9 മണിയോടുകൂടി പ്രോഗ്രാം ആരംഭിച്ചു കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് പിള്ളേർക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, VBS സ്റ്റാർട്ട് ചെയ്യുന്നത്. VBS എന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്നാട്ടോ അർത്ഥം. അതായത് വെക്കേഷന് പിള്ളേർക്ക്, സൺഡേ സ്കൂൾ പിള്ളേർക്കോ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ആർക്കും വരാവുന്ന ഒരു പ്രോഗ്രാമാണ് VBS എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലെ കുറേ പിള്ളേർ, സൺഡേ സ്കൂളിലെ പിള്ളേരായിക്കോട്ടെ പുറത്തുള്ള പിള്ളേരായിക്കോട്ടെ, പിള്ളേരൊക്കെ വന്ന് ഒത്തുചേർന്ന് ആഘോഷിച്ച് പഠിച്ച് ഉല്ലസിക്കുന്ന ഒരു പ്രോഗ്രാമാണ് VBS എന്ന് പറയുന്നത്. VBS ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതെന്നാന്ന് വെച്ചാൽ ഒത്തിരി പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. കാരണം ചേലാട് ഡിസ്ട്രിക്റ്റിലെ സൺഡേ സ്കൂളുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് VBS നടത്തുന്നത്. അപ്പോൾ ആ VBSൽ പല സൺഡേ സ്കൂളിൽ നിന്നും പിള്ളേർ വരുമ്പോൾ ആ പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി ആവും, പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. പിന്നെ ഒത്തിരി ഗെയിംസ്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ബൈബിൾ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ എങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയായി മാറാം, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം. അതല്ലാതെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ VBSൽ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതും വളരെ ലൈറ്റായിട്ടാണ് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന്, പിള്ളേർക്ക് എല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പാകത്തിനാണ് VBS ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കലാണ്. പാട്ടെന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട്. പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചേഴ്സും സാറന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ആ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പാട്ടുകളൊക്കെ ഓരോ വർഷവും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ബെഹനാൻ സാറാണ്. ബെഹനാൻ സാറൊക്കെ കൂടിയിട്ടാണ് ഇത്തവണ പാട്ട് പഠിപ്പിക്കുന്നത്. ബെഹനാൻ സാറിൻ്റെ അമ്മയായിട്ടുള്ള ഈ ടീച്ചറും ചേർന്നിട്ടാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. വേറൊരു ടീച്ചറോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് പാട്ടൊക്കെ പാടുന്നത്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു പിള്ളേർക്കായിക്കോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 16-17 വയസ്സ് പ്രായമുള്ള പിള്ളേരായിക്കോട്ടെ, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ശിശുവകുപ്പ്, ബാലവകുപ്പ്, കുമാരവകുപ്പ്, ജ്യേഷ്ഠവകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ശിശുവകുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പിള്ളേർ, ഒരു 7 വയസ്സ് 8 വയസ്സ് പ്രായമുള്ള പിള്ളേരെയാണ് ശിശുവകുപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 12 വയസ്സ് വരെ ബാലവകുപ്പ് എന്ന് പറയും. അതിനുശേഷം ഒരു 13, 14 വയസ്സ് വരെ കുമാരവകുപ്പ് എന്ന് പറയും. അതിനുശേഷം ജ്യേഷ്ഠവകുപ്പ് എന്ന് പറയും. ഒരു 17 വയസ്സ് വരെ ജ്യേഷ്ഠവകുപ്പ് എന്ന് പറയും. അങ്ങനെ 4 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് എല്ലാ സൺഡേ സ്കൂളും കൊടുക്കുന്ന പോലെ VBSലും കഞ്ഞി ഉണ്ട് കേട്ടോ. കഞ്ഞിയാണ് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എനർജി തരുന്നൊരു സാധനം. കാരണം ഇപ്പോൾ സൺഡേ സ്കൂളിലൊക്കെ ആണെങ്കിലും പള്ളി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ്, ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് കഞ്ഞി കേട്ടോ. കഞ്ഞിയും പയറും അച്ചാറുമാണ്. പിള്ളേരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി, ഭയങ്കര താല്പര്യത്തോടു കൂടിയാണ് കഞ്ഞിയെ കുടിക്കുന്നത്. കാരണം കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു വൈബാണത്. എപ്പോഴും എല്ലായിടത്തും കിട്ടുന്നതല്ലല്ലോ കഞ്ഞി. ഞായറാഴ്ചകളിൽ പള്ളികളിലും സൺഡേ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇതുപോലെ VBSനൊക്കെയാണ് കഞ്ഞി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിയെ കുടിച്ച് ചെറിയ പിള്ളേരായിക്കോട്ടെ വലിയ പിള്ളേരായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നൊക്കെ നല്ല സൂപ്പറായിട്ട് കഞ്ഞി കുടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൗലോ സാറാണ്, എൻ്റെ കൊച്ചപ്പയാണ്. പുള്ളിയൊക്കെ ഫുൾ ടൈം നിൽക്കുന്ന ഓണായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് താല്പര്യത്തോടു കൂടി VBSന് വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒത്തിരി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വഴി ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് ഡേയിൽ കഞ്ഞി കൊടുക്കലാണിത്. എല്ലാ ദിവസവും കഞ്ഞിയുണ്ട്. രാവിലെ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും. അതിന് ശേഷം ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട്. അതിന് ശേഷം വൈകുന്നേരം ലഘുവടി ഉണ്ട് കേട്ടോ പിള്ളേർക്ക്.
ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊരു ആഘോഷമാണ്. വെക്കേഷന് ഒത്തിരി സ്ഥലത്തേക്ക് അമ്മമാരുടെ അപ്പന്മാരുടെ ഒക്കെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പിള്ളേർക്ക് ഒരു ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് VBS എന്ന് പറഞ്ഞത്. അപ്പോൾ പിള്ളേർ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. പിള്ളേരെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിള്ളേരെ ടീച്ച് ചെയ്യുന്നത്. ഒത്തിരി ടീച്ചേഴ്സായാലും സാറന്മാരായാലും പിള്ളേരെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് സാറന്മാരൊക്കെ പിള്ളേരുടെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ക്ലാസ്സിൽ പോകുന്നില്ലേ? ശരി, പിള്ളേർ എങ്ങോട്ട് പോയി? നിങ്ങളുടെ ക്ലാസ് എവിടെയാ? ക്ലാസ് എവിടെ നിങ്ങളെ? ഇതാട്ടോ ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞത് സീനിയർ A ആണ്, അതായത് ജ്യേഷ്ഠ വകുപ്പ് A ആണ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ സീനിയേഴ്സിനാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ കൂടാതെ തന്നെ ഷിബു സാറും വർഗീസ് സാറുമാണ് ഈ ക്ലാസ്സിലെ ചാർജ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഷിബു സാറ് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പിള്ളേർക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിള്ളേരെ കയ്യിലാക്കുക എന്നുള്ളതാണ് എല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് നമുക്ക് ബൈബിളിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ കൂടെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ നോളജ് കൊടുക്കുന്ന GK അല്ലെങ്കിൽ അതേ കൂട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ക്യാച്ച് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും പഠിപ്പിക്കുന്നത്, ബൈബിൾ വാക്യങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സ് ആട്ടോ, അതായത് ശിശുവകുപ്പാണ്. അപ്പോൾ പിള്ളേരുടെ ക്ലാസ്സിലേക്ക് നാം വന്നപ്പോൾ പിള്ളേർ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആക്റ്റീവ് പിള്ളേരാണ്, നല്ല മിടുക്കം പിള്ളേരാട്ടോ ഇവർ. അപ്പോൾ പിള്ളേരെയൊക്കെ സാറ് ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാട്ടൊക്കെ പഠിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ സെക്ഷനാണ്. അതായത് 2 സെക്ഷൻ, ശിശുവകുപ്പും ബാലവകുപ്പും, അതായത് ബിഗിനേഴ്സും സബ് ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു സെക്ഷനാണിത്. അവർക്ക് ഒരു സെക്ഷൻ മാറ്റി നിർത്തിയേക്കുവാണ്, കാരണം അവർക്ക് ഈസി ആയിട്ട് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജൂനിയേഴ്സും സീനിയേഴ്സും വേറെ സെക്ഷനിലാണ് പാട്ട് പഠിപ്പിക്കുന്നത്. പാട്ടായിക്കോട്ടെ, വാക്യങ്ങൾ ആയിക്കോട്ടെ, ബൈബിൾ വേർഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുശേഷം ആയിക്കോട്ടെ, അതൊക്കെ പഠിപ്പിക്കാനാണെങ്കിലും 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബാലവകുപ്പിൻ്റെയും ശിശുവകുപ്പിൻ്റെയും സെക്ഷനാണ്. അപ്പോൾ സാറ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ബെഹനാൻ സാറൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന ഏരിയ ആണിത്. ഇത് VBSന്റെ സെക്കൻഡ് ഡേ ആട്ടോ. സെക്കൻഡ് ഡേയിൽ കഞ്ഞി കൊടുക്കുന്ന മുതലാണ് ഞാൻ വ്ളോഗ് ചെയ്തത്. കാരണം ഫസ്റ്റ് പീരീഡ് എനിക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നു സീനിയേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഈ കഞ്ഞി കൊടുക്കുന്ന മുതലാണ് നമ്മൾ വ്ളോഗ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഡേയിലെ കഞ്ഞി കൊടുക്കലാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഓടി വരുന്നുണ്ട്. നല്ല വിശന്നാണ് പിള്ളേരൊക്കെ ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിള്ളേർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇത് കഞ്ഞി കുടിച്ചതിന് ശേഷം വർഗീസ് സാറിൻ്റെ സെക്ഷൻ, വർഗീസ് സാറെ ക്ലാസ് എടുക്കുന്ന കേട്ടോ. പിള്ളേരൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിനൊക്കെ പിള്ളേർ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് കേൾക്കുന്നത്. കാരണം ഒരുപാട് GK കാര്യങ്ങളായിക്കോട്ടെ, ബൈബിളിലെ കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സാറന്മാർ പഠിപ്പിക്കുമ്പോൾ പിള്ളേർ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. കുസൃതിയുള്ള പിള്ളേരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എന്നാലും ഒട്ടുമുക്കാലും പിള്ളേർ നല്ല ശ്രദ്ധയോടുകൂടി മിടുക്കരായിട്ടാട്ടോ ഇരിക്കുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ഡേയിലെ പാട്ട് സെക്ഷൻ ആട്ടോ. അപ്പോൾ ബെഹനാൻ സാർ ഇവിടെ പിള്ളേരെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർ ഭയങ്കര ആക്റ്റീവായിട്ട്, ഈ പിള്ളേരാണ്, കുഞ്ഞു പിള്ളേരാണ് കുറച്ച് കുസൃതി ഉള്ളത്. എന്നാലും പിള്ളേർ നല്ല മിടുക്കരായിട്ടിരുന്ന് പാടി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് പിള്ളേർ പാടുന്നുണ്ട്. യേശുവിന്റെ സ്നേഹത്തിൽ തുള്ളിച്ചാടാം കൂട്ടരെ. പാട്ടോസ്തല്ലേ? ഗാനം 15 അല്ലേ എടുത്തു വച്ചേക്കണേ? പിന്നെ എന്താ ഒരു മടി? പാട്ടോസ്തല്ലേ? പാട്ടോസ്തല്ലേ? ഇത് ജൂനിയേഴ്സിൻ്റെയും സീനിയേഴ്സിൻ്റെയും പാട്ട് പഠിപ്പിക്കുന്ന സെക്ഷനാണ്. അത് തൊട്ടപ്പുറം തന്നെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കഞ്ഞി കൊടുക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ കഞ്ഞി സെക്ഷനെ കഴിഞ്ഞിട്ട് വൈകിട്ട് പിള്ളേർ ബസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ പള്ളിയിൽ 2 സെക്ഷനായിട്ടാണ് ബസ് വിട്ടേക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ പള്ളി സൺഡേ സ്കൂളിലെ പിള്ളേർക്ക് പോകാനുള്ള ബസ്സും, ആ ബസ് പോയിട്ട് പിള്ളേരൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമ്മുടെ സെൻറ് തോമസ് സൺഡേ സ്കൂൾ മുത്തങ്കുയിലെ പിള്ളേരെ കയറ്റാൻ വേണ്ടി, അതായത് നമ്മുടെ സൺഡേ സ്കൂളിലെ പിള്ളേരെ കയറ്റാൻ വേണ്ടി. അപ്പോൾ പിള്ളേർ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് 7ഓളം അധ്യാപകരുണ്ടായിരുന്നു കേട്ടോ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ പിള്ളേരെല്ലാം വേണ്ടിയിട്ട് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അടുത്ത ദിവസം നമ്മുടെ പിണ്ടിമനപ്പള്ളിയുടെ വികാരിയായിട്ടുള്ള ജോൺ കോമയിലച്ചൻ പിള്ളേരുടെ അടുത്ത് പ്രസംഗിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് പ്രസംഗിക്കുക മാത്രമല്ല, പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതൊക്കെ പിള്ളേർ ഒരുപാട് കാര്യങ്ങൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും പിള്ളേർ അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അച്ഛൻ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് പിള്ളേരുടെ അടുത്ത് ഇടപഴകുകയും പിള്ളേർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുകയും ചെയ്തു. ഞങ്ങൾ പല സ്നേഹത്തെയും കുറിച്ച് പഠിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരോട് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ സഭയോട് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും തന്നെ. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തെ കഞ്ഞിയാണ് പിള്ളേർ കുടിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും പോലെ പിള്ളേർ നല്ല രുചികരമായിട്ട് ഭയങ്കരമായിട്ട് മാറി നിന്ന് കൂട്ടൊക്കെ കൂടിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഡേ ഓഫ് ഗിവിംഗ് എന്ന് പറയും. അതായത് ഡേ ഓഫ് ഗിവിംഗ് ആക്ച്വലി നാളെയാണ്, പക്ഷേ ഇന്ന് നമ്മൾ ഡേ ഓഫ് ഗിവിങ്ങിന് വേണ്ടിയിട്ടുള്ള കവർ കൊടുക്കും. അതായത് സാർ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവറിൽ VBSന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാകത്തിനുള്ള നിങ്ങൾക്ക് പറ്റിയ എത്രയാണ് എമൗണ്ട് ഇത് കൊണ്ടുവരാൻ പാകത്തിനുള്ള ആ എമൗണ്ട് നിന്ന് കൊണ്ടുവരിക. അതിപ്പോൾ എമൗണ്ട് കൂടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ പിള്ളേർക്ക് കൊടുത്തു വിട്ടിട്ട് പിള്ളേരാൽ കഴിയുന്ന എമൗണ്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഡേ ഓഫ് ഗിവിംഗ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാറ് ആ കവർ കൊടുക്കുന്നത്.
ഇത് വൈകിട്ട് പിള്ളേർക്ക് ചായക്ക് കടി കൊടുത്ത് വിടണ കേട്ടോ. കടി എന്ന് പറഞ്ഞാൽ പല ദിവസവും പല കടിയാണ്, പല പലഹാരങ്ങളാണ്. ഇന്നിപ്പോൾ സുഖിയനായിരുന്നു, പല ദിവസങ്ങളിലും പല പലഹാരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ അതൊക്കെ ആഘോഷിച്ച് ഭയങ്കര ടേസ്റ്റോട് കൂടിയായിട്ട് കുട്ടികൾ കഴിച്ചിട്ട് പോകുന്നത്. ഹായ് 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 ഹായ്. ആ ദ നെക്സ്റ്റ് ഡേയിലെ പ്രോഗ്രാം ആട്ടോ ഇത്. അപ്പോൾ പ്രോഗ്രാം വെച്ചാൽ യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ പിള്ളേരെ സ്റ്റേജിൽ നിന്ന് പിള്ളേരോട് ആക്ഷൻ സോങ് ചെയ്യാൻ പറയും. ടീച്ചർ പാട്ട് പാടുകയും പിള്ളേരെ ആക്ഷൻ സോങ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഒരാഴ്ച പ്രോഗ്രാമാണ് VBS ഉള്ളത്. അപ്പോൾ എനിക്ക് 2 ദിവസം വരാൻ പറ്റിയില്ല കേട്ടോ. ഡേ ഓഫ് ബ്യൂട്ടിയുടെയും സ്നേഹവിരുന്നിൻ്റെയും ദിവസം എനിക്ക് വരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും അലങ്കരിച്ചിട്ട് ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് എന്ന് തീരുമാനിക്കേണ്ട ദിവസമായിരുന്നു. പിന്നെ സ്നേഹവിരുന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുഡ് കൂടുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യുന്ന ദിവസം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞേ അതല്ലേ? ശരിയല്ലേ? മമിത പേജ് ചിരിച്ചു. ഏത് ഫോട്ടോയാപ്പാ? അതെന്ത് ഫോട്ടോ? ഈ ചേച്ചിയുടെ ഫോട്ടോ ആണ്. കറക്റ്റ് ഫേസോ? അപ്പൊ നിന്നെ അല്ലേ ആദ്യം കാണിക്കണ്ടെന്ന് പറഞ്ഞ? എടാ നീയാണോ അവിടെ ഓടിപ്പടിച്ച് കളിച്ചോണ്ടിരുന്നേ? എന്തിനാ ഓടി കളിച്ചേ? എവിടെ? അപ്പർ സൈഡ് സൈഡ് ഓടി കളിച്ചാൽ വീഴൂലേ? ഇവര് ഓടി കളിക്കണുണ്ടോ? തെന്നി വീഴൂലേ? നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങൾക്ക് VBSനെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പർ ആണോ? ഇഷ്ടപ്പെട്ടോ? ഹായ് 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 പറയൂ. വ്ളോഗിനൊരു ഹായ് പറയൂ. എടാ ഞങ്ങളുടെ ഓടണേ ഈ ഓടിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് ഞാൻ സാറിന് കാണിച്ചു കൊടുക്കട്ടെ? വീഡിയോ എടുത്ത് സാറിന് കാണിച്ചു കൊടുക്കട്ടെ? ഹെഡ് മാസ്റ്റർക്ക് കാണിച്ചു കൊടുക്കട്ടെ? മഴ പെയ്യുമല്ലോ. എടാ എല്ലാരും ബാ. എടാ ബാ ലൈൻ എടുക്ക് ബാ. എല്ലാരും ലൈൻ എടുക്ക. പിള്ളേരൊന്ന് പറയണ കേട്ടെ, വലിയ പിള്ളേരും കുഞ്ഞു പിള്ളേരും പറയണ കേൾക്കുക. നാളത്തോടുകൂടി നീ ഉള്ളിൽ കയറി ഞാൻ പറയാതെ ഇവിടുന്ന് അനങ്ങരുത്. കൈയ്യടി നീ അവിടെ പറയണ കേൾക്കുക. നാളെ രാവിലെ 7:15 ചാപ്പലിൽ നിന്ന് നമ്മുടെ വണ്ടി എടുക്കും. അതുകൊണ്ട് 7:15 തന്നെ എല്ലാവരും മുത്തംകുടി ചാപ്പലിലെത്തും. നാളെ വിശുദ്ധ കുർബാനയുണ്ട്. കുർബാന കഴിഞ്ഞ് സാറ് പറഞ്ഞോണം നമുക്ക് ലഘുഭക്ഷണം തരും. ലഘുഭക്ഷണം കഴിഞ്ഞ് ചെറിയൊരു റാലിയുണ്ട്. നല്ല രസകരമായ പരിപാടിയാണ്. ആ റാലി കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് തരും. അതിനുശേഷം നമുക്ക് നല്ല അടിപൊളി ഭക്ഷണമാണ്, ബിരിയാണിയാണ് നാളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
നാളത്തെ പരിപാടിനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. നാളെ ചേലാട് പള്ളിയിൽ 7 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ട്. അപ്പോൾ 7 മണിക്ക് കുർബാന കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു റാലി ഉണ്ട്. അതിനുശേഷം മീറ്റിങ്ങും ലഘുഭക്ഷണവും ഉണ്ട്. അതിനെക്കുറിച്ചാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും കേട്ടോ നാളത്തെ റാലിക്ക് വേണ്ടിയിട്ട്. റാലി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷണം പോലെ പിള്ളേർ ബസ്സിൽ ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് കയറിയിട്ട് ഏറ്റവും ബാക്കിൽ പോയിരിക്കണം. ബാക്കിൽ പോയിരുന്നാൽ അവർക്കൊരു സംതൃപ്തി ഉള്ളൂ കേട്ടോ. ഇതാണ് റാലി ദിവസം, അതായത് VBSന്റെ 6ാമത്തെ ദിവസമാണിത്. ഇപ്പോൾ റാലിക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കിരീടമൊക്കെ ഉണ്ട്. ഈ കിരീടം തലയിൽ വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് ഓരോ ദിവസം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതായത് മനപ്പാഠവാക്യം പോലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് കാർഡ് കൊടുക്കുന്നതാണ് ഈ കിരീടത്തിൽ വെച്ചേക്കുന്ന സ്റ്റിക്കറുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത്, ഇതൊക്കെ അവരെ ക്ലാസ് ടീച്ചർമാർ അറേഞ്ച് ചെയ്തും പിള്ളേരും കൂടെ അറേഞ്ച് ചെയ്ത് പിള്ളേരെ കിരീടം കൊടുത്ത് ബാക്കിയുള്ള ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഓരോ മാതാവായിട്ട് മാലാകന്മാരായിട്ടൊക്കെ വേഷം കെട്ടിയിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മുടെ ടീച്ചേഴ്സും സാറന്മാരെ കൂടിയിട്ട് ഒരുക്കുന്നത് കേട്ടോ. റാലി തുടങ്ങി. റാലി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് ചൂടൊന്നും അങ്ങനെ സഹിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടും അതുകൊണ്ട് നമ്മൾ വളരെ ദൂരം കുറച്ചാണ്. നമ്മുടെ ചേലാട് പള്ളി മുതൽ തെക്കേ കുരിശിങ്ങ് വരെയാണ്. അപ്പോൾ ആ പോണ വഴിക്ക് നല്ല രീതിയിൽ തണലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു രീതിയിലും വെയിൽ വലിയ കാര്യമായിട്ട് കൊള്ളത്തില്ല. അപ്പോൾ തെക്കേ കുരിശ് വരെ ഉള്ളതുകൊണ്ട് ഭയങ്കര ദൂരം കുറവുമാണ്. പിള്ളേർക്ക് നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് റാലി പങ്കെടുക്കുകയും ചെയ്യാം.
റാലി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബസാനിയ പള്ളിയുടെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ മീറ്റിംഗ് ഉണ്ടായിരുന്നേ. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ ചെറിയൊരു സമ്മേളനം, പിന്നെ ചെറിയ രീതിയിൽ പാട്ട്, അതിനുശേഷം കോതമംഗലം മേഖലയുടെ അഭിവന്ദ്യ മെത്രാപ്പോലിത്തയായിട്ടുള്ള ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി വന്ന് പിള്ളേർക്ക് ക്ലാസ് കൊടുക്കുകയും അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് വർത്തമാനം പറയുകയും ചെയ്യുന്ന സെക്ഷനാണുള്ളത്. ഇതാണോ എത്രാമത്തെയാ? എല്ലാവരും